കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന് ചോദിച്ചാൽ ഇടതുമുന്നണിക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. UDF-ന് പല പേരുകളാണ് വരുന്നത്. ഇടതുമുന്നണിയെ കുറിച്ച് പറയുകയല്ല ഈ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ലക്ഷ്യമാണ്. ശശി തരൂർ മുഖ്യമന്ത്രി ആകുമെന്നാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ശശി തരൂരാകും. UDF-ന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശശി തരൂര് വരും എന്ന ഒരു നിലപാടാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനുള്ളത് എന്ന ശ്രുതിയാണ് പുറത്തു വരുന്നത്. ഇത് കേൾക്കുമ്പോൾ VD സതീശനെ അനുകൂലിക്കുന്ന ആളുകളും KC വേണുഗോപാൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന KC ഗ്രൂപ്പുകാരും ഒക്കെ എനിക്കെതിരെ തെറിവിളിയുമായി രംഗത്ത് എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പ്രേക്ഷകർ കുറച്ചു പേരല്ലേ ഉള്ളൂ. അപ്പൊ ആ കുറച്ചു പേരോട് പറയുന്ന കാര്യമായതുകൊണ്ട് ഞാനിത് ഉറപ്പിച്ച് പറയുകയാണ്. ശശി തരൂരാകും മുഖ്യമന്ത്രിയായി വരിക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശശി തരൂര് മോദിജിയെ നിരന്തരം വിമർശിച്ചുകൊണ്ടേയിരുന്ന ആളായിരുന്നു മുമ്പ്. എന്നാൽ പിൽക്കാലത്ത് അടുത്ത സമയത്തായി മോദിജിയുടെ സ്തുതി പാഠകനായി ശശി തരൂർ മാറി. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ്, ICC ഭാരവാഹികൾ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ഇവരൊക്കെ എടുക്കുന്ന നിലപാടുകളെ അതിനിശിതമായി വിമർശിക്കുന്ന വിമർശകൻ കൂടിയായി തരൂര് മാറുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്തിന് ICC അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് പോലും ശശി തരൂര് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതുകൊണ്ടാണ്. അങ്ങനെ കോൺഗ്രസിനകത്ത് ജനാധിപത്യമുണ്ടെന്നും കോൺഗ്രസിനകത്ത് ഈ നിലവിലുള്ള സിസ്റ്റത്തെ എതിർക്കുന്ന റിബലുകൾ ഉണ്ടെന്നും കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ രാജ്യത്തിന് ബോധിപ്പിച്ചു കൊടുത്ത അല്ലെങ്കിൽ ജനങ്ങളെ മനസ്സിലാക്കി കൊടുത്ത ഒരു നേതാവാണ് ശശി തരൂർ. കേരളത്തിൽ ശശി തരൂരിന് വേരുകൾ ഉണ്ടോ എന്ന് വെച്ചാൽ അദ്ദേഹം മലയാളിയാണ്, കേരളീയനാണ്. അത് തന്നെ മതിയാകും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരായ ചില നേതാക്കൾക്ക് ശശി തരൂരിനെ തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ശശി തരൂരിന്റെ അത്ര ബോധവും വെളിവും വിവരവും ഒന്നും ഈ പറയുന്ന നേതാക്കൾക്ക് ഇല്ല എന്നതുകൊണ്ട് തന്നെ ശശി തരൂരിന് നയതന്ത്രം അറിയാം, പൊളിറ്റിക്സ് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം പൊളിറ്റിക്സ് കൃത്യമായി പറയുന്നു, നയപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് വാസ്തവം. ഇതിനിടയിലാണ് ശശി തരൂര് ഒന്നുകിൽ BJP-യിലേക്ക് താമരയ്ക്ക് കൈകൊടുത്ത് മോദിജിക്കൊപ്പം പോകും. മോദിജി ഇദ്ദേഹത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ എന്തുകൊണ്ട് നമ്മൾ അത് നടത്തി, എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തിയത് എന്ന് വിശദീകരിക്കുവാൻ നിയോഗിച്ച സംഘത്തിലെ പ്രധാനിയായിരുന്നു ശശി തരൂർ. അപ്പോ ശശി തരൂരിന് വാഗ്ദാനങ്ങളും നിരവധി കിട്ടി. എന്താണ്? പാർലമെന്ററി രംഗത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിദേശകാര്യ മന്ത്രാലയത്തിൽ കൃത്യമായ പദവി ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ അദ്ദേഹം അതൊന്നും ഏറ്റെടുത്തിട്ടില്ല. വീണ്ടും തിരുവനന്തപുരത്തിന്റെ MP ആയി തന്നെ അദ്ദേഹം തുടരുകയാണ്. അപ്പോ BJP-യിലേക്കുള്ള ക്ഷണം അദ്ദേഹം ആദ്യമേ തന്നെ നിരസിച്ചതാണ്. വാജ്പേയിയുടെ സമയത്ത് തന്നെ അദ്ദേഹം നിരസിച്ചതാണ് BJP-യിലേക്കുള്ള ക്ഷണം. എന്നാൽ പിന്നീട് ഈ മോദിയുടെ ഭരണകാലത്ത് മോദിജി ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ തരൂരിനെ വല്ലാതെ വിശ്വസിക്കുകയും തരൂരിനെ ഒപ്പം നിർത്തുകയും ചെയ്തിരുന്നു സർക്കാർ. ആ സർക്കാരിനോട് ഇപ്പോഴും തരൂരിന് വിധേയത്വവും തരൂരിന്റെ സർക്കാരിന്റെ നല്ല നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനനുകൂലമായി എഴുതുകയും ഒക്കെ ചെയ്യാറുണ്ട്. മോദിജി അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചിരുന്നു. പക്ഷെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയതുമില്ല, BJP-യിൽ ചേർന്നതുമില്ല. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ചും തരൂര് വാചാലനാകാറുണ്ട്. ഈ അടുത്ത് ദുബായിൽ പോയപ്പോൾ അവിടെ CPM-മായി അടുത്തു ബന്ധമുള്ള ഒരു വ്യവസായിയുമായി ശശി തരൂർ സംസാരിച്ചിരുന്നുവെന്നും അത് സംസ്ഥാനത്തെ CPM-ലേക്കുള്ള പ്രവേശനത്തിന്റെ ആദ്യ പടിയാണെന്നും തരത്തിൽ വാർത്തകൾ വന്നു, വ്യാഖ്യാനങ്ങൾ വന്നു. ഇപ്പൊ ശശി തരൂര് പറഞ്ഞു, ഈ കഥ ആരാണ് മെനഞ്ഞതെന്നോ ഇങ്ങനെ ഒരു കഥ എങ്ങനെ വന്നുവെന്നോ അറിയില്ല എന്നായിരുന്നു ശശി തരൂര് പറഞ്ഞിരുന്നത്. അതും അവിടെ ആ അധ്യായവും അവിടെ അടഞ്ഞു. അപ്പോഴ് തരൂരിനോട് നിങ്ങൾ ചോദിക്കും, നമ്മൾ ഒരുമിച്ച് ചോദിക്കും, നിങ്ങളപ്പോൾ കോൺഗ്രസുകാരെ ഒന്നടങ്കം ആക്ഷേപിക്കുകയാണല്ലോ, നിങ്ങൾ നയരൂപീകരണ സമിതിയിൽ പോയില്ല, ഹൈക്കമാൻഡ് ഡൽഹിയിൽ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തില്ല, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പങ്കെടുത്തില്ല, അപ്പൊ എന്തുകൊണ്ട് നിങ്ങളത് പങ്കെടുക്കുന്നില്ല എന്നൊക്കെ ചോദിച്ച് വിമർശനം വരും. അപ്പോ കൃത്യമായ നിലപാട് ശശി തരൂർ പറഞ്ഞു, എനിക്ക് ആദ്യം നേതാക്കളെ കാണണം, കണ്ടിട്ട് ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്താനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാമെന്നായിരുന്നു ആ നിലപാട്. ആ നിലപാടും നല്ല കണ്ടലുള്ള നിലപാടായിരുന്നു. ആര് വിളിച്ച യോഗത്തിനാണ് പോകാതിരുന്നത്? രാഹുൽ ഗാന്ധി വിളിച്ച യോഗത്തിനാണ് പോകാതിരുന്നത്. അങ്ങനെ ആ നട്ടലുറപ്പ് കാണിച്ചിട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ വെച്ച് കണ്ടു. പാർട്ടിയുടെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയും അദ്ദേഹം കണ്ടിരുന്നു.
ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ തരൂരിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും രാഹുലിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും പറഞ്ഞു. ഒന്ന്, ശശി തരൂരിനെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. ശക്തമായ നിർദ്ദേശമല്ലേ. VD സതീശനെ വിളിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ ഒറ്റ അടി കൊടുക്കുന്നത്, രാഹുൽ ഗാന്ധി ഒരു അടി കൊടുത്തത് പോലെ ആയിപ്പോയി. കാരണം തരൂരിനെ അകറ്റി നിർത്തുക എന്ന പ്രധാന അജണ്ട VD സതീശന്റെതാണ്. VD സതീശനെ വിളിച്ചു വരുത്തിയിട്ട് നീ മാറി നിൽക്കൂ എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി രാഹുൽ ഗാന്ധി. തരൂരിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒന്നും തീരുമാനങ്ങൾ എടുക്കരുത്, തരൂർ കൂടി അറിഞ്ഞു വേണം തീരുമാനങ്ങൾ എടുക്കാൻ, അദ്ദേഹത്തെ എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്തണം എന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തരൂരിനോട് ഹൈക്കമാൻഡിനുള്ള വിശ്വാസം വളരെ ശക്തമാണെന്നും തരൂരിനെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് കേരളത്തിലെ കോൺഗ്രസിന് ആകമാനം ഗുണം ചെയ്യുമെന്നുമുള്ള ഒരു പ്രചരണം ശക്തമാകും. അവിടെയാണ് തരൂരിന്റെ പൊളിറ്റിക്സ് വർക്കൗട്ട് ആവുന്നത്, തരൂരിന്റെ ഡിപ്ലോമാറ്റിക് വേ വർക്കൗട്ട് ആകുന്നതും അവിടെ തന്നെയാണ്. പിന്നീട് തരൂര് പറഞ്ഞു, ഞാൻ ഇലക്ഷന് വളരെ ശക്തമായി തന്നെ പ്രചരണ രംഗത്തുണ്ടാകും. 2021 56 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണെങ്കിൽ കൂടി അതിലധികം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞാൻ പ്രചരണ രംഗത്ത് ഇറങ്ങും എന്നൊക്കെ ശശി തരൂർ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും രാഷ്ട്രീയ പശ്ചാത്തലവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് അണികളും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരും ഈ VD സതീശൻ, രമേശ് ചെന്നിത്തല, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു പരിധിവരെ രമേശ് ചെന്നിത്തലയും K മുരളീധരനും മാറി നിൽക്കും. ബാക്കിയുള്ള ഈ അലുമ്പ് സെറ്റപ്പിൽ നിന്ന് സംസ്ഥാനത്തെ കോൺഗ്രസിനെ രക്ഷിക്കണമെങ്കിൽ ശശി തരൂർ വരണം, ശശി തരൂര് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം എന്ന ആഗ്രഹം കോൺഗ്രസിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്ന് കേൾക്കുന്നത്.